ഓരോ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പതോളജിസ്റ്റിനോട് നിശബ്ദമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ സ്വൈര്യ വികാര കേന്ദ്രം. മരിച്ചുപോയവർ ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചായിരിക്കും അവർ യാത്രയാൻ. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ കണ്ടെത്താൻ ഇന്ന് ശാസ്ത്രീയമായ ഒരു രീതിയുണ്ട്. അതാണ് പോസ്റ്റ്മോർട്ടം അഥവാ ഓട്ടോപ്സി. ഹബീബി, കം ടു മൈ ചാനൽ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാ ഹോസ്പിറ്റലിൻ്റെയും സൈഡിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെയൊക്കെ കോമ്പൗണ്ടിന് വെളിയിലായിട്ട് കാടു പിടിച്ച് ഭീതി ഉണർത്തുന്ന ഒരു കെട്ടിടം. നമ്മൾ ആ കെട്ടിടത്തിനടുത്ത് എത്തുമ്പം ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു പേരുണ്ടാവും. മോർച്ചറി മനുഷ്യന് നല്ല ഓർമ്മകളല്ല കൊടുക്കാറ്. മനുഷ്യൻ്റെ സങ്കടങ്ങളുടെയും ചോദ്യങ്ങളുടെയും പടുകുഴി തന്നെയാണ് മോർച്ചറി. മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ സ്വൈര്യ വികാര കേന്ദ്രമെന്ന് വേണമെങ്കിൽ നമുക്ക് മോർച്ചറിയെ വിശേഷിപ്പിക്കാം. മരണത്തിൻ്റെ തണുത്ത ഗന്ധമുള്ള മോർച്ചറി. മോർച്ചറിക്ക് വെളിയിൽ തൻ്റെ ഉറ്റവരുടെ പ്രിയപ്പെട്ടവരുടെ തണുത്തുറഞ്ഞ ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ്റെ മാനസിക അവസ്ഥ വളരെ ഭീകരവും ഭയാനകവും തന്നെയായിരിക്കും. ഈ മോർച്ചറിയിൽ വെച്ച് തന്നെയാണ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടവും നടത്തുന്നതും. CRPC 174 നടപടി പ്രകാരം അസ്വാഭാവികമായിട്ടുള്ള എല്ലാ മരണങ്ങളിലും പോസ്റ്റ്മോർട്ടം നടത്തിയാണ് മരണകാരണം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എല്ലാ ഡോക്ടേഴ്സിനും പോസ്റ്റ്മോർട്ടം നടത്താൻ അധികാരമില്ല. പോസ്റ്റ്മോർട്ടം നടത്താൻ അധികാരമുള്ളത് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർക്കും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ പോലീസ് സർജനും മാത്രമാണ് ഒരു മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളത്. പോസ്റ്റ്മോർട്ടത്തിന്റെ ഏറിയ പങ്കും നിയമപരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണ് നടത്തപ്പെടുന്നതെങ്കിലും ചില സാഹചര്യങ്ങളിൽ മരണഹേതുവായ രോഗാവസ്ഥ നിർണ്ണയിക്കാനും പോസ്റ്റ്മോർട്ടം നടത്തി വരാറുണ്ട്. ക്രിമിനൽ കേസുകൾ, അപകട മരണങ്ങൾ, ആത്മഹത്യകൾ തുടങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോസ്റ്റ്മോർട്ടത്തെ ഫോറൻസിക് ഓട്ടോപ്സി എന്നും, മരണകാരണമായ രോഗാവസ്ഥ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായി നടത്തുന്ന പോസ്റ്റ്മോർട്ടത്തെ ക്ലിനിക്കൽ അഥവാ അക്കാദമിക് ഓട്ടോപ്സി എന്നും വിളിക്കുന്നു. ഈ മരണം സംഭവിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ പ്രേത വിചാരണ അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടത്തും. ഇങ്ങനെ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ചരിത്രത്തിലോട്ടൊന്ന് പതുക്കെ പോകാം. സ്വയമേവ കാണുക എന്ന അർത്ഥമുള്ള ഗ്രീക്ക് വാക്കായ ഓട്ടോപ്സിയ എന്ന വാക്കിൽ നിന്നാണ് ഓട്ടോപ്സി എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉത്ഭവം. ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യ ശരീരം തുറന്ന് ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കുകയും അവ പരിശോധിക്കുകയും പിന്നീട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന പ്രക്രിയ BC 3000-നോടടുത്ത് പുരാതന ഈജിപ്ഷ്യന്മാർ മമ്മികൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു. മരണകാരണം നിർണ്ണയിക്കുന്നതിന്റെ ഭാഗമായി ശവശരീരങ്ങൾ തുറന്നു പരിശോധിക്കുന്നത് പല പ്രാചീന നാഗരികതകളും അംഗീകരിച്ചിരുന്നില്ല. ഇപ്രകാരം മരിച്ച ഒരു വ്യക്തിയുടെ ശരീരം തുറക്കുന്നത് ആ വ്യക്തിയുടെ മരണാനന്തര ജീവിതത്തിന് ഭംഗം വരുത്തും എന്നായിരുന്നു അന്ന് വിശ്വസിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പുരാതന ഗ്രീക്കിൽ പോസ്റ്റ്മോർട്ടം പണ്ട് അത്ര സാധാരണം അല്ലായിരുന്നു. എന്നാൽ BC 44 ജൂലിയസ് സീസർ മരണപ്പെട്ടപ്പോൾ നടത്തിയ ഓട്ടോപ്സി റിപ്പോർട്ടിൽ സീസറിന്റെ ശരീരത്തിലേറ്റ രണ്ടാമത്തെ കുത്താണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് കണ്ടെത്തി. അങ്ങനെ റോമാക്കാരുടെ പോസ്റ്റ്മോർട്ടം പരിശോധനകൾ കൃത്യമായ നിഷ്കർഷകളില്ലാതെ അനേകായിരം വർഷങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഉപയോഗിക്കുന്ന പോസ്റ്റ്മോർട്ടം പരിശോധനകൾ അനാറ്റമിക്കൽ പതോളജി രീതിയിലുള്ളതാണ്. ജിയോവാനി ബെറ്റിസ മുർഗാവിനി എന്ന ഇറ്റാലിയൻ അനാറ്റമിസ്റ്റാണ് അനാറ്റമിക് പതോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ദ സീഡ്സ് ആൻഡ് കോസസ് ഓഫ് ഡിസീസസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ അനാറ്റമി എന്ന പേരിൽ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പതോളജി ശാഖയിൽ എഴുതപ്പെട്ട ആദ്യ പ്രമാണിക ഗ്രന്ഥം. അങ്ങനെ നമുക്കിനി തിരിച്ച് പോസ്റ്റ്മോർട്ടത്തിലോട്ട് വരാം. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മെത്തേഡും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവി ഒക്കെ കാണുന്ന പോലെ ആയിരിക്കും. അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ആദ്യം ഇവർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മൃതദേഹം മലർത്തിയിട്ട ശേഷം താടി മുതൽ നാഭി വരെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കീറുക എന്നുള്ളതാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിൽ ആദ്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺസ് ഊരി തുറക്കുന്നത് പോലെ. അതിനുശേഷം മാംസപൂരിതമായ ഭാഗം 2 ഭാഗത്തായി മാറ്റിവെച്ച് പരിശോധന നടത്തും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ്റെ മൃതശരീരം ഇതുപോലെ പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക് അസാമാന്യ ധൈര്യം തന്നെ വേണം. ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു പ്രക്രിയയാണ് ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് തന്നെ. വൈ ഷേപ്പിലുള്ള മുറിക്കൽ രീതിയാണ് പൊതുവെ എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളിലും ചെയ്തു വരുന്നത്. കഴുത്തിന് മുന്നിൽ മുറിവുണ്ടാകാത്തതിനാൽ ശവശരീരം കഴുത്ത് പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഫ്യൂണറലിലും മറ്റ് പൊതുദർശനത്തിനും വെക്കാൻ പറ്റുന്ന സൗകര്യത്തിനാണ് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. താടിയലിന് തൊട്ട് താഴെ നിന്ന് ഇടുപ്പലിൻ്റെ തൊട്ട് മുകളിൽ വരെ ആകൃതിയിൽ മുറിവുണ്ടാക്കിയാണ് സാധാരണയായി ഇന്ത്യയിൽ മൃതശരീരങ്ങൾ ഓട്ടോപ്സിക്കായി തുറക്കുന്നത്. അതുപോലെ തലയോട്ടിയുടെ ഉച്ചിഭാഗത്ത് 15 സെൻറ്റിമീറ്റർ വ്യാസത്തിൽ വെട്ടി മാറ്റി അവിടുന്ന് തലച്ചോറ് പുറത്തെടുത്ത് രാസപരിശോധന നടത്തുന്നത് വഴി ഏത് കൊടും കുറ്റവാളിയും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ ഏറെയാണ്. ശരിക്കും നഖം മുതൽ മുടി വരെ പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ഭാഗമായി ഉപയോഗിക്കും. രാസപരിശോധനയ്ക്കായിട്ടെടുത്ത ഈ ആന്തരിക അവയവങ്ങൾ ട്രിവാൻഡ്രം ചീഫ് ക്ലിനിക്കൽ എക്സാമിനർ ലബോറട്ടറിയിലേക്ക് പോലീസ് വഴി അയക്കുകയാണ് ചെയ്യാറ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ് കേരളത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിച്ചിട്ടുള്ള സമയം. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കുറഞ്ഞത് 1 മണിക്കൂർ ദൈർഘ്യം വേണമെന്നുള്ളതുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് ശേഷം കേരളത്തിൽ പോസ്റ്റ്മോർട്ടത്തിലുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയുമില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യത്തുമില്ല. കേരളത്തിലെ പല സെൻസേഷണലായിട്ടുള്ള കേസുകളിൽ പോലീസിനെ പ്രതിയിലേക്ക് എത്താനും പ്രതികളെ കണ്ടെത്താനും സഹായിച്ചിട്ടുള്ളതും ഈ പോസ്റ്റ്മോർട്ടം തന്നെയാണ്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പറയുന്ന മോർച്ചറിക്കുള്ളിലും മൃതദേഹങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ് വസ്തുത. അതായത് മോർച്ചറിയിലെ മൃതദേഹത്തെ ലൈംഗികമായി ഉപയോഗിക്കുന്ന മോർച്ചറി ജീവനക്കാർ, അതുപോലെ തന്നെ ഈ മോർച്ചറികളിലെത്തുന്ന തിരിച്ചറിയാനാവാത്ത പല മൃതദേഹങ്ങളെയും പല ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നതും നമ്മൾ കാണുന്നതും വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഈ പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തിയതിനു ശേഷം ഈ മൃതദേഹങ്ങൾ പുനരേകീകരിക്കുന്നത് ഇങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം നടത്തപ്പെട്ട മൃതദേഹത്തെ തുന്നിച്ചേർത്ത് മുറിവുകൾ കാണാനാകാത്ത വിധത്തിലാക്കി പൊതുദർശനത്തിനും സംസ്കാരത്തിനും വേണ്ടി ഉതകുന്ന രീതിയിൽ ആക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ഇത്. ഉദരം, നെഞ്ച് എന്നീ അറയ്ക്കുള്ളിൽ കോട്ടൺ പഞ്ഞുകൊണ്ട് ഒരു ലൈനിങ് കൊടുക്കുന്നു. മുറിച്ചുമാറ്റിയ അവയവങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഈ അറയ്ക്കുള്ളിലിട്ട് തിരിച്ച് തുന്നിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നെഞ്ചിന് കൂട് തിരികെ വെക്കുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ മാറ്റിവെച്ച പേശിയും ചർമ്മവും തിരികെ വെച്ച് തുന്നിക്കെട്ടുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന്റെ അവസാനമായി ചെയ്യുന്നത് ഇളക്കി മാറ്റിയ തലയോട്ടിയുടെ ഭാഗം യഥാസ്ഥാനത്ത് വെച്ച് അതിനുശേഷം ഇരുവശത്തേക്കും നീക്കി വെച്ചിരുന്ന ശിരോചർമ്മവും തിരികെ തുന്നിച്ചേർക്കുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ആവുന്നു. പിന്നീട് ഈ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് ചെയ്യാറ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന മുറിയുടെ ചുവരുകളിൽ കാണാവുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: "This is the place where death rejoices to help those who live." അഥവാ മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സ്ഥലം. വാക്കുകളുടെ അർത്ഥം പോലെ തന്നെ തന്നിൽ അവശേഷിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പതോളജിസ്റ്റിനോട് നിശബ്ദമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. മരണത്തിന്റെ നിഗൂഢതയിൽ അതിന്റെ ഉത്തരങ്ങളിലേക്ക് യാത്ര തേടിപ്പോകുന്ന കുറേ മനുഷ്യർ, അതാണ് ഓരോ പതോളജിസ്റ്റും. അവർക്കുള്ള ഉത്തരം അവർ തന്നെ അവരുടെ യാത്രയിൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ എത്രയോ മൃതദേഹങ്ങൾ ഇന്നും മോർച്ചറികൾക്കുള്ളിൽ തണുത്ത് വിറങ്ങലിച്ച് കിടപ്പുണ്ട്. അവർ പിന്നീട് മതപരമായ ഒരു ചടങ്ങുകൾക്കും ഇരയാവാതെ മണ്ണിൽ മണ്ണോട് ചേരുകയാണ് ചെയ്യുന്നത്. ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് വിശ്വാസങ്ങളും മതങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു ജഡം മാത്രമാണ്, മണ്ണോട് ചേരുന്ന, മണ്ണിന് വളമാകുന്ന ഒരു ജഡം മാത്രം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടാത്തവർ നിങ്ങളുടെ അഭിപ്രായവും തുറന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.